PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള രസതന്ത്രം എന്ന സബ്ജക്റ്റിലെ പുതുമയുള്ള ചില വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അടുത്തത് മിന്നലിൽ ദ്രവ്യം കാണുന്ന അവസ്ഥ ഏതാണെന്ന്. അത് പ്ലാസ്മയാണ്. നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോളുക. ഇടിമിന്നൽ അല്ലേ, ഇടിയും മിന്നലും, ആ മിന്നലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മിന്നലിൽ ദ്രവ്യം കാണുന്ന അവസ്ഥ ഏതാണ്? മിന്നലിൽ ദ്രവ്യം പ്ലാസ്മാവസ്ഥയിലാണുള്ളത്. മിന്നലിൽ ദ്രവ്യം പ്ലാസ്മാവസ്ഥയിൽ. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? പ്ലാസ്മ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. ഇപ്പം ഞാനാണ് ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ കയറ്റിവിടും. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? അത് പ്ലാസ്മ അവസ്ഥയിലാണ് അല്ലേ. ദ്രവ്യത്തിന് പല അവസ്ഥകളുണ്ട്, ഖരം, ദ്രാവകം, വാതകം അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥകളിൽ അല്ലെ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥകളിൽ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മാവസ്ഥയിലാണ്. നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്നാൽ നിശ്ചിത വ്യാപ്തമുള്ളതുമായ ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? അത് ദ്രാവകമാണ് അല്ലെ. ദ്രാവകത്തിന് നിശ്ചിത ആകൃതി ഒന്നുമില്ല. ഏത് പാത്രത്തിൽ എടുക്കുന്നോ ആ പാത്രത്തിന്റെ ആകൃതിയായിരിക്കും വെള്ളത്തിന്, ദ്രാവകത്തിന്. എന്നാൽ നിശ്ചിത വ്യാപ്തം ഉണ്ടാകും അല്ലെ. വ്യാപ്തമുള്ളതുമായ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ദ്രാവകം എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ഫാക്റ്റ് ആണ്. പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? അതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ. അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം അല്ലെ, പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ കണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഹിഗ്സ് ബോസോൺ കണം എന്നറിയപ്പെടുന്നു അല്ലെ. അടുത്തത് അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണ്? അതിദ്രവത്വം കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന അവസ്ഥ. ഫെർമിയോണിക് കണ്ടൻസേറ്റ് അല്ലെ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതേപോലെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇനി അടുത്തത് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ആ പുസ്തകത്തിന്റെ പേരാണ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി അല്ലെ. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? ഇതൊക്കെ പുതുമയുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ഇതിലും റാങ്ക് ഫയലിലൊന്നും കാണണമെന്നില്ല. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകമാണ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. ആ പുസ്തകത്തിന്റെ പേര് ഓർക്കുക, എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. ഇനി സൂര്യനിൽ പദാർത്ഥം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? അത് പ്ലാസ്മാവസ്ഥയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സൂര്യനിൽ ഇപ്പം നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. മിന്നലിൽ എങ്ങനെയാണ്? മിന്നലിലും പ്ലാസ്മാവസ്ഥയാണ്. അതേപോലെ സൂര്യനിലും പദാർത്ഥം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ്. ഇനി വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മാവസ്ഥയാണ്. അപ്പോൾ പ്ലാസ്മാവസ്ഥയിൽ ദ്രവ്യം എങ്ങനെയാണ് കാണപ്പെടുന്നത്? വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ടാണ് പ്ലാസ്മാവസ്ഥയിൽ കാണപ്പെടുന്നത് അല്ലെ. മിന്നലിൽ പ്ലാസ്മാവസ്ഥയാണ്, സൂര്യനിൽ പദാർത്ഥം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയാണ്. ഈ പ്ലാസ്മാവസ്ഥയുടെ പ്രത്യേകത എന്താണ്? വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ടാണ് ദ്രവ്യം പ്ലാസ്മാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ദൈവഗണം എന്നറിയപ്പെടുന്നത്, ഇതറിയാം, ദൈവഗണം നമ്മൾ ബേസിക് ഫാക്റ്റാണ്. ഹിഗ്സ് ബോസോൺ കണമാണ് ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ കണമാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്ത താപനില കേവല 0 അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? അത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നുള്ള അവസ്ഥയിലായിരിക്കും. താപനില കേവല 0 അടുക്കുമ്പോൾ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആയിരിക്കും. പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ് എന്നറിയപ്പെടുന്നത്? അത് പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥയാണ് അല്ലെ. പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്? സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്, പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥ സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്. ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. അടുത്തത് നോക്കുക, ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ ഏതാണ്? അത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് അല്ലെ. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പം നമ്മൾ ഇപ്പൊ 6ഉം 7ഉം പഠിക്കാനല്ലേ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അങ്ങനെ നമ്മൾ 4 അവസ്ഥകൾ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അത് കഴിഞ്ഞ് നോക്കുക, പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ നമ്മൾ പഠിച്ചു. ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നു അല്ലെ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇപ്പം നമ്മൾ പഠിച്ച എന്താണ്? പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥ നമ്മൾ പഠിച്ചു. പദാർത്ഥത്തിന്റെ 5ാമത്തേത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അത് കഴിഞ്ഞിട്ട് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തേത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അതേപോലെ 7ാമത്തെ അവസ്ഥയാണ് സൂപ്പർ കൂൾഡ്
ഫെർമി ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫയലിൽ വ്യത്യാസമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് നോട്ട് ചെയ്യുക. കാരണം ഇതിപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിനിലെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. മിസ്മാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലതൊക്കെ. അടുത്തൊരു പോയിന്റ് നോക്കുക. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? ഒരേ സമയം വൈദ്യുത ചാലകമായിട്ടും വർക്ക് ചെയ്യും, അതേപോലെ വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്നറിയപ്പെടുന്നത്. ജാൻ ടെല്ലർ മെറ്റൽ വ്യത്യസ്തമായ ഒരു പോയിന്റാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം എന്നാണ്. അപ്പോൾ നമ്മൾ ദ്രവ്യം എന്നിപ്പോൾ കുറേ നേരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം എന്ന് പറയുന്നത്. ഇനി ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകമാണ് റാഡോൺ എന്ന് പറയുന്നത്. റാഡോൺ എന്ന് പറയുന്ന അങ്ങനെ ഭൗമാന്തരീക്ഷത്തിൽ അങ്ങനെ ഒത്തിരിയായിട്ട് കാണാറില്ല, അപൂർവമായിട്ട് മാത്രമേ ഈ വാതകം കാണാറുള്ളൂ, റാഡോൺ എന്ന് പറയുന്ന വാതകം ഭൗമാന്തരീക്ഷത്തിൽ. ഇനി മീഥെയിൻ മീഥെയിനൊക്കെ നമുക്കറിയാം. മീഥെയിൻ ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അത് അലസാൻഡ്രോ വോൾട്ടയാണ്. മീഥെയിൻ ആദ്യമായി നിർമ്മിച്ചത് അലസാൻഡ്രോ വോൾട്ടയാണ്. ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ വാതക മൂലകം അത് ഒഗാനസോൺ ആണ്. ഇത് 118ാമത്തെ മൂലകമാണ് ഒഗാനസോൺ എന്ന് പറയുന്നത്. 118ാമത്തെ മൂലകമാണ്. കഴിവതും കെമിസ്ട്രി നിങ്ങൾ റാങ്ക് ഫയലൊക്കെ വെച്ച് പഠിക്കുമ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ വെച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം. നമുക്ക് ആ ബേസിക് സംഗതികളൊക്കെ വളരെ എളുപ്പം പഠിച്ചെടുക്കാം. അപ്പോൾ ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ വാതക മൂലകമാണ്, ഇത് കൃത്രിമ മൂലകമാണ് ഓർഗാനസോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് 118 ആണ്. അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. 118ാമത്തെ മൂലകമാണ് അത് മാത്രമല്ല ഇതൊരു കൃത്രിമ വാതക മൂലകം കൂടിയാണ് ഇനി എന്താ പ്രത്യേകത? ഏറ്റവും ഭാരം കൂടിയ കൃത്രിമ വാതക മൂലകമാണ് ഓർഗാനസോൺ എന്ന് പറയുന്നത് 118 ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ട വാതകമാണ് റാഡോൺ എന്ന് പറയുന്നത് റാഡോൺ തന്നെ നമ്മൾ പഠിച്ചു. എന്താണ് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകമാണ്. അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ട വാതകം കൂടിയാണ് ഈ റാഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം. ഏത് വാതകത്തിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനമാണ് ബ്രിൻ പ്രക്രിയയിലൂടെ നടക്കുന്നത്? അത് ഓക്സിജൻ്റെതാണ്. നോട്ട് ചെയ്തോളുക കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്തോളുക. എനിക്ക് തോന്നുന്നു 2021 ഏതോ ഒരു പ്രിലിംസ് 22 പ്രിലിംസിൽ ഓക്സിജനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വ്യത്യസ്തമായ ഒരു പോയിന്റ്, ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല, ഒരു പോയിന്റ് ഓക്സിജനുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് ചോദിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അന്നത് ആരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നോക്കുക, ഈ ബ്രിൻ പ്രക്രിയ എവിടെയെങ്കിലും ഇതിനു മുമ്പ് ഇത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്കറിയാം, അല്ലാതെ റാങ്ക് ഫെയിലിൽ ഉണ്ടോ എന്നറിയില്ല, എന്നാലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നോട്ട് ചെയ്യുക, ഏത് വാതകത്തിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനമാണ് ബ്രിൻ പ്രക്രിയയിലൂടെ നടക്കുന്നത്? അത് ഓക്സിജൻ്റെതാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോണം, എനിക്കൊരു തോന്നലാണ്. ബ്രിൻ പ്രക്രിയ ഓക്സിജനാണ്. ബ്രിൻ പ്രക്രിയ ഓക്സിജൻ. ഓക്കെ. അപ്പോൾ അടുത്ത് നോക്കുക, നൈട്രജൻ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില അത് 126.4 കെൽവിനാണ്. 4 കെൽവിൻ 126.4 കെൽവിൻ. അടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രിൻ പ്രക്രിയ? അത് ഓക്സിജന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനമാണ് ബ്രിൻ പ്രക്രിയ. ഇനി നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 126.4 കെൽവിൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ്. പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് പ്രകൃതിവാതകം: മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. അപ്പോൾ പ്രകൃതിവാതകത്തിലല്ലേ നാല് ഘടകങ്ങളുണ്ട്: മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. പ്രകൃതിവാതകം. മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ പ്രകൃതിവാതകത്തിൽ. ഇനി പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകം അത് നമുക്കറിയാം, ഓക്സിജനാണ് പ്രാണവായു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകമാണ് ആർഗൺ എന്നറിയപ്പെടുന്നത്. അലസവാതകങ്ങളുടെ സംയോജകത 0. അമോണിയ വാതകത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റാണ് നെസ്ലേഴ്സ് റിയേജൻ്റ്. എന്താണ്? അമോണിയ വാതകത്തിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റാണ് നെസ്ലേഴ്സ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയിലെ 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? അത് പി ബ്ലോക്കിൽ.
ആവർത്തന പട്ടികയിലെ 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ പി ബ്ലോക്കിലാണ്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ അകത്തേക്കെടുക്കുന്ന വാതകം ഓക്സിജനാണ് അല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്നതും ഓക്സിജനാണ് അല്ലേ. ഇത് രാത്രി സമയങ്ങളിലെ കാര്യമാണ്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ അകത്തേക്കെടുക്കുന്ന വാതകം ഓക്സിജനാണ്. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത്. കെമിസ്ട്രി ആയതുകൊണ്ടാണ് വലിച്ചുവാരി എടുക്കാൻ പറ്റില്ല. പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമാണ്, അല്ലാത്തുള്ളവർക്ക് പാടായിരിക്കും. നമ്മൾ എന്നാലും വേഗത്തിൽ തന്നെ തീർക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഈ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ. അപ്പോൾ താങ്ക് യു.